സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് ഒറ്റപ്പാലത്താട്ടോ. നിങ്ങൾ നോക്കിയാണ് ഒറ്റപ്പാലത്തുള്ളൊരു സംഭവം. ഈ ഒരൊറ്റ ഫ്രെയിം കണ്ടാൽ മതി ഇപ്പോൾ. കണ്ടില്ലേ? ഒരുപാട് സിനിമകളുടെ പേരുകൾ നമ്മളെ മനസ്സിൽ കൊണ്ട് വരും. അത്രയും സിനിമകൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വരിക്കാശ്ശേരി മന, ഒറ്റപ്പാലത്തുള്ള. എന്താല്ലേ, നിരവധി ആൾക്കാരായിട്ടാണ് വരുന്നത് ഇപ്പോഴും കാണാൻ. നമ്മളെ ദേവാസുരം ഷൂട്ട് ചെയ്ത മോഹൻലാൽ ഇരിക്കുന്ന സ്ഥലം. ഒരു നടുമുറ്റുണ്ട് ഇവിടെ, നടുമുറ്റം. നമ്മളെ രാപ്പകലിൽ മമ്മൂട്ടി ഒക്കെ പാട്ട് സീനൊക്കെ ഉണ്ടല്ലോ, ആ രംഗമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കുന്നുട്ടാ. ആ മരത്തിൻ്റെ ഇതൊക്കെ നോക്കിയാണ്. അടുപ്പാണ്. അടുപ്പിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കിയാണ്. എന്താ വലിപ്പം! ഇത് അരിയാട്ടണ. രാപ്പകൽ സിനിമയിൽ മമ്മൂട്ടി ഇരുന്ന് ആട്ടുണ്ടല്ലോ, അരിയാട്ടണ ആ സംഭവം. പിന്നെ കിണർ, പിന്നെ ചെറിയ അടുപ്പ് പുറത്തുണ്ട്. ഇതൊക്കെ രാപ്പകൽ സിനിമയിലൊക്കെ അടുക്കളയായിട്ട് ഉപയോഗിച്ച് ഇവിടെ തന്നെ. കിണർ നല്ല അടിപൊളി കിണറാ. രണ്ട് ഭാഗത്തുനിന്ന് പോരാ, അപ്പുറത്തുനിന്ന് പോരാ, അപ്പുറത്തുനിന്ന് പോരാ. കേട്ടോ, അങ്ങേ ഭാഗത്തുനിന്ന് പോരാ, ഇവിടുന്ന് പോരാ, രണ്ട് ഭാഗത്തുനിന്ന് പോരാൻ പറ്റിയ സംഭവം. പിന്നെ കുളം ബാക്കിൽ, ഇത് കുറേ സിനിമയിലുണ്ട് ഈ കുളം. നമ്മുടെ വല്യേട്ടനില്, ഇങ്ങനെ ആറാം തമ്പുരാനില്, ഒരുപാട് സിനിമയിലുണ്ടല്ലോ ഈ കുളം. ഇത് മറ്റേ ആ പ്രേതം സിനിമയിൽ ജയസൂര്യൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്ത് വിടുന്ന നല്ലൊരു കുളം. പിന്നെ ഇതൊരു അമ്പലം, നമ്മൾ ആറാം തമ്പുരാനിലൊക്കെ കാണിക്കുന്ന അമ്പലമാണ്. ഇത് കുറേ കണ്ടിട്ടുണ്ടാവും ഈ അമ്പലം, ഒരുപാട് സിനിമയിലുണ്ട് ഈ ക്ഷേത്രം. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം കേട്ടോ, അവിടെ പൂട്ടിയിട്ടില്ല, പുറത്ത് നിർത്തിയ വീഡിയോസാണ്. ഇത് പിന്നെന്താ, ആനപ്പന്തിയോ എന്തോ ആണ്, എനിക്കറിയില്ല. ഏതായാലും നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് എന്താ പത്തായപ്പുര ഗസ്റ്റ് ഹൗസോ എന്തോ ആണ്. ഇവിടെയാണുള്ള ദേവാസുരം സിനിമയിൽ രേവതി ഇവരൊക്കെ താമസിക്കുന്ന ആ വീടായിട്ട് കാണിക്കുന്നത്. കോണിയൊന്നും മറക്കൂല ആൾക്കാർ, കുറേ സിനിമകളുണ്ട്. ഇതിന് മുകളിൽ നിന്നാണ് നോക്കിയാൽ നല്ല വ്യൂ ആട്ടോ. മന നല്ല ഉഷാറായിട്ട് ഇങ്ങനെ കാണാം. ഏതായാലും അടിപൊളി, ഉഷാറായിട്ട്.